ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ 50,000 ഉറുപ്പിക വാങ്ങി വിറ്റ മുടിയുടെ വെള്ളം, ആ വെള്ളത്തിന്റെ സനത് പറയാൻ 2 മിനിറ്റ് പോരെ? എന്തേ നിങ്ങളെ സനത് പറയാത്തത്? സനത് എന്ന് പറഞ്ഞാൽ ഇവർ പറയാൻ വലത്തോട്ട് തുപ്പുന്ന ആളാണെങ്കിൽ പോലും എടുക്കാൻ പറ്റൂല. എന്നാൽ വളരെ പെട്ടെന്ന് പരിപാടി കഴിക്കും. ചിലപ്പോ ഏപ്പിസ്താദോ അല്ലെങ്കിൽ ഏപ്പിസ്ഥാനാണ് ഇപ്പൊ മുടിയില്ലേ സനത് മൂപ്പരല്ല, ഇനി സനത് അങ്ങനെയല്ല പോവാ. അപ്പൊ ഏപ്പിസ്ഥാദിനെ ചിലപ്പോൾ എന്തെങ്കിലും എടുത്തു ഭാഗത്തൊരു മനുഷ്യനുള്ളത് കൊണ്ടോ മറ്റോ ചിലപ്പോൾ വലത്തു ഭാഗത്തേക്ക് തുപ്പിക്കൂടാതില്ല. എടുത്തു ഭാഗത്ത് മനുഷ്യന്മാരുടെ വലത്തു ഭാഗത്ത് തുപ്പേണ്ടി വരും. വലത്തു തുപ്പിയാൾ പറ്റൂല എന്ന് ആദ്യം പറഞ്ഞു വെച്ചാൽ ഏപ്പിസ്ഥാദിന്റെ മുടിയിൽ കയ്യിലെ മുടി പറ്റൂല എന്ന് പറയാൻ വകുപ്പായല്ലോ. അതിന് ഇയാൾ പറയുന്ന ഒന്ന് കേട്ടോളൂ. എന്തിനാ ഈ സനത് ഇത്രയേറെ വിഷമിച്ച് ഉണ്ടാക്കണം? ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സനദിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടല്ലേ കളവും 100 കളവും 1000 കളവും പറയുന്നയാളെ സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സനദിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സനദിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ, വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും ഒരു ളുഅഫിന്റെ ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി. ഹദീസ് സഹീഹ് ആണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടില്ല. ഹദീസ് സഹീഹ് ആണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടൂല. ഇയാൾക്ക് എവിടുന്ന ബിരുദം കിട്ടിയേ? വെറുതെ പാട്ടിക്കാട് കോളേജിൽ പറയിക്കണം. ഹദീസ് സഹീഹ് ആയാലും സ്വീകരിക്കൂലെന്നോ? ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഈ ഇടക്കുള്ള ആള് മോശക്കാരനായാൽ ആ സനദ് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം, ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാത്ത ഹദീസ് എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട്, ചെറിയ മോശം എന്തെങ്കിലും മതി, എന്നാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന പറഞ്ഞത് മുഴുവനും തെറ്റാണ്. ഒരു കിതാബിൽ നിന്നും അത് തെളിയിക്കാൻ കഴിയൂല. വലതുഭാഗത്ത് തുപ്പിയ ആളുകളിൽ നിന്ന് ചില വലിയ മഹാന്മാര് സലഫിന്റെ കാലഘട്ടത്തിൽ റിപ്പോർട്ട് സ്വീകരിക്കാത്തവരുണ്ടായി എന്ന് ചിലപ്പോൾ ചരിത്രത്തിൽ കണ്ടേക്കാം. പക്ഷേ അതിനർത്ഥം വലത്തു തുപ്പിപ്പോയവന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നല്ല. അങ്ങനെ ലോകത്ത് ഒരു ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ഉസൂലാണ്. അത് ഞാൻ പൊട്ടിപ്പൊളിക്കാൻ പോകുന്നു. എങ്ങനെ? നിങ്ങളെപ്പോലെ അനാവശ്യവും ഗീബത്തും നമീമത്തും പറഞ്ഞു പഠിച്ചതല്ല. ഞങ്ങൾ കിതാബ് ഓതി പഠിച്ചതാണ്. അതുകൊണ്ട് നവവി ഇമാമിന്റെ കിതാബ് വായിക്കുന്നു. ഇർശാദ് എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാര് ഇങ്ങനത്തെ വലിയ സൂക്ഷ്മത ഉള്ളവരുണ്ടാവോ? ഉണ്ടാവൂല. അതുകൊണ്ട് ഇന്നത്തെ സനദ് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ. നവവി ഇമാമിന്റെ കാലത്ത് തന്നെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ وذلك لأن المقصود بالسماع في هذه الأزمان المحافظة على بقاء سلسلة الإسناد التي خصت بها هذه الأمة فليعتبر من الشروط ما يليق بهذا الغرض فيكتفى في الشيخ بكونه مسلما بالغا عاقلا غير متظاهر بالفسق والسخف. നബി പറഞ്ഞതിന്റെ ആകത്തുക എന്താ? സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്, നമുക്ക് ഹദീസ് പറഞ്ഞു തരുന്ന ശൈഖ് മുസ്ലിം ആയാൽ മതി, പ്രായപൂർത്തിയെത്തിയാൽ മതി, ബുദ്ധിയുള്ളവനായാൽ മതി, പരസ്യമായി തെറ്റ് ചെയ്യാത്തവനും പരസ്യമായി അനാവശ്യം പറയാത്തവനുമായാൽ മതി. ഇത്രയേ ആവശ്യമുള്ളൂ നവവി ഇമാമിന്റെ കാലത്ത് തന്നെ എന്ന് ഇമാം നവവി ഇർശാദിൽ പറയുന്നു. ഇതിനെതിരാണ് നിങ്ങളെ കോട്ടക്കൽ പ്രസംഗം. നിങ്ങൾ സമസ്തയുടെ പേര് പറയുന്നതിലാണ് ഞങ്ങൾക്ക് നാണം, അതിലാണ് ഞങ്ങൾക്ക് ലജ്ജ. ഇനി രണ്ടാമത് പറയട്ടെ സുഹൃത്തുക്കളെ, ഹദീസ് സഹിഹായ തന്നെ സനദിൽ ആരെങ്കിലും ഉണ്ടാ സ്വീകരിക്കാൻ പറ്റൂല. പുതിയ കണ്ടുപിടിക്കല്ലേ? എടുക്കുമോനെ നവവി ഇമാമിന്റെ അദ്കാറ് ശരിക്ക് കേട്ടോ. ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വഗൈരിഹിം, ആലിമീങ്ങൾ പറഞ്ഞിരിക്കുന്നു,
ആര്? ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മറ്റ് പണ്ഡിതന്മാർ. യജൂസു വയുസ്തഹബ്ബുൽ അമലു ഫിൽ ഫളാഇലി വത്തർഗീബി വത്തർഹീബി. ഒരു കാര്യത്തിന് പ്രേരണ നൽകുന്ന വിഷയത്തിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന് പ്രേരണ നൽകുന്ന, റസൂലുള്ളാഹിന്റെ ശഹർ മുബാറക്കിനെ ബഹുമാനിക്കാൻ പ്രേരണ നൽകുന്ന, വത്തർഹീബി അതിനെതിരെ നിങ്ങൾ പറഞ്ഞു പോകല്ലേ എന്നതിന് പ്രേരണ നൽകുന്ന അതുപോലെയുള്ള സംഗതികളിൽ, അതുപോലെ തന്നെ ഫിൽ ഫളാഇലി അതാ ബറാഅത്ത് രാവിന് ബഹുമാനമുണ്ടെന്ന് പറയുന്ന അത്തരത്തിലുള്ള ബഹുമാനം പറയുന്ന വിഷയങ്ങളിൽ യജൂസു അനുവദനീയമാണ്, വയുസ്തഹബ്ബു സുന്നത്തുമാണ്, അൽ അമലു ഫിൽ ഫളാഇലി ഇത്തരം ബഹുമാനങ്ങളുടെ വിഷയത്തിലും നല്ല കാര്യത്തിന് പ്രേരണ നൽകുന്ന വിഷയത്തിലും തെറ്റിലേക്ക് പോകുന്നതിനെ നിന്ന് തടയുന്ന വിഷയത്തിലും ബിൽ ഹദീസി ളഈഫി ളഈഫായ ഹദീസ് കൊണ്ട് അമലി ചെയ്യൽ സുന്നത്താണ്. മാലം യകുൻ മൗദൂഅൻ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നവനാണെന്ന് ഉറപ്പുള്ളവൻ അതിന്റെ സനദിലില്ലാത്ത കാലത്തോളം. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്കാറിൽ പറയുന്നു, കോട്ടക്കലിലും നിങ്ങളെ മുഴുവൻ സ്റ്റേജിലും നിങ്ങൾ പറഞ്ഞ വാദം അത് മുജാഹിദ് വാദമാണ്. എന്താ മുജാഹിദ് വാദം? ലൈഫായ ഒരൊറ്റ ഹദീസ് കൊണ്ടും പ്രവർത്തിച്ചൂടാ. അങ്ങനെയാണ് അവർ അതാ സുഹൃത്തുക്കളെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിലും അതാ ബറാഅത്ത് രാവിന് ബഹുമാനമില്ലെന്ന് മുജാഹിദ് പറഞ്ഞു. അതിനെന്താ അവർ പറഞ്ഞ കാരണം? ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് മിസ്കാത്തിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അത് ലൈഫാണ്, അതുകൊണ്ട് ബറാഅത്ത് രാവിന് ബഹുമാനമില്ലെന്ന് മുജാഹിദ് പറഞ്ഞു. നിങ്ങൾ അതിനെ ഒന്നും കൂടി ഓവർടേക്ക് ചെയ്ത് സഹീഹും കൊണ്ടും പ്രവർത്തിച്ചൂടാന്നാ ഇപ്പൊ പറഞ്ഞത്. കൽബ് ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാൾ അധികം അള്ളാഹു ദോഷം പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ബറാഅത്ത് രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് റവാഹു തിർമിദി വഇബ്നു മാജ വസറസീൻ മിമ്മൻ ഇസ്തഹഖൻ നാർ, നരകത്തിന് കാരണക്കാരാകുന്ന ആളുകൾ അല്ലാഹു മോചിപ്പിക്കുമെന്നാ പറഞ്ഞ ഹദീസിൽ റസീന്റെ റിവായത്തിൽ. വഖാല തിർമിദി, ഇമാം തിർമിദി പറഞ്ഞു സമീഅതു മുഹമ്മദൻ യഹനൽ ബുഖാരിയ, ബുഖാരി മാ പറയുന്നത് കേട്ടിരിക്കുന്നു. യുളൈഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് ലൈഫാണെന്ന് പറയുന്നത് കേട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ പിന്നെ ഹദീസിലേക്ക് നോക്കേണ്ടത് തന്നെ ഇല്ല. ബറാഅത്തിന് ബഹുമാനമുണ്ട്. അപ്പോൾ ഈ ഹദീസ് ലൈഫായ പരമ്പരയായതിനാൽ മൗലൈമാര് പറഞ്ഞു ബറാഅത്തിന് ബഹുമാനില്ല. എന്നാൽ ലൈഫായ ഹദീസ് കൊണ്ട് പ്രവർത്തിക്കണോ പ്രവർത്തിക്കണ്ടേ? അതാ അതിന്റെ ശറഹില് മുല്ലാ അലിയുൽ ഖാരി പറയാണ്. എന്താ പറഞ്ഞത്? ലാകിൻ യുഅ്മലു ബിൽ ഹദീസി അല്ലഈഫി, ലഈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യപ്പെടണം. കർമ്മങ്ങളുടെ ബഹുമാനത്തിന്റെ വിഷയത്തിൽ ബിത്തിഫാഖിൽ ഉലമാ, ഒരു പണ്ഡിതനും അതിന് തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് സമസ്തയുടെ പേരും പറഞ്ഞ് മുജാഹിദ് ആശയത്തിനേക്കാൾ ഓവർടേക്ക് ചെയ്ത് പിഴച്ച ആശയം പറയുന്നത് നിർത്തിയേ പറ്റൂ. നിങ്ങൾ ഈ ആശയം നിർത്തിയേ പറ്റൂ. ഇനി സുഹൃത്തുക്കളെ,